ചില ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾ സമൂഹത്തിന് ഒരു ഉപകാരം ചെയ്യുന്നുവെന്ന് കരുതുന്ന കൊലയാളികളാണ് മിഷൻ ഓറിയന്റഡ് സീരിയൽ കില്ലർമാർ. ആ വരിയിൽ അക്ബറിൻ്റെ കണ്ണുകൾ ഉടക്കി. തേടിയതെന്തോ കണ്ടെത്തിയതുപോലെ അക്ബറിന് തോന്നി. അതിലേറെ അയാളുടെ മനസ്സുടക്കിയത് അടുത്ത വരിയിലാണ്. ഇതിൽ യുവതികൾ, വേശ്യകൾ, മയക്കുമരുന്ന് വ്യാപാരികൾ അല്ലെങ്കിൽ സ്വവർഗരതിക്കാർ എന്നിവർ ഉൾപ്പെടാം. ഈ കൊലയാളികൾ പൊതുവെ മനോരോഗികളല്ല. സമൂഹത്തെ മാറ്റാൻ തങ്ങൾ ശ്രമിക്കുന്നതായി ചിലർ സ്വയം കാണുന്നു. ലോകം കൊലപാതക പരമ്പരകളിലൂടെ കീഴടക്കാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള സൈക്കോ ത്രില്ലർ സ്റ്റോറിയായ ഡാർക്കസ്റ്റ് അവറിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യത്തെ എപ്പിസോഡെല്ലാം ഒന്ന് കണ്ടിരിക്കുക. അതെല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഇത് കാണാനിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് സൈക്കോ ത്രില്ലർ സ്റ്റോറിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. രാത്രി 11:50. ഹലോ ലയ. ലയ തൻ്റെ വാട്സപ്പ് ആപ്പ് നോട്ടിഫിക്കേഷൻ കണ്ട് വിറയ്ക്കുന്ന കൈകളോടെ ആ സന്ദേശം തുറന്നു. ദിസ് ഈസ് മീ. ഹൗ ആർ യു? ഐ ആം ഗുഡ്. Anything unusual? No. Then let me tell you a story. Story? Yep. An unusual story. Proceed. ഇനി എന്ത് എന്നറിയുവാനുള്ള ആകാംക്ഷ ലയയുടെ മസ്തിഷ്കത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവളുടെ വിരലുകൾ കീപാഡിൽ ഒഴുകി നടന്നു. നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ലയ. നീ പോലും അറിയാതെ ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും, സ്റ്റുഡിയോയിലും പൊതുനിരത്തിലും വീട്ടിലും എന്നുവേണ്ട സകലമാന ഇടങ്ങളിലും കഴിഞ്ഞ 1 വർഷക്കാലമായി നീ എൻ്റെ കണ്ണിൻ്റെ മുൻപിലായി തന്നെയുണ്ട്. നീ മാത്രമല്ല, കേരളത്തിലെ 10 മീഡിയ പ്രസൻറ്റർമാരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. അവരിൽ നിനക്കാണ് ഒടുവിൽ നറുക്കു വീണത്. നീ വിശ്വസ്തയാണെന്ന് ആദ്യത്തെ ടാസ്കിൽ തന്നെ തെളിയിക്കുകയും ചെയ്തു. ഇനി നിന്റെ ടേണാണ്. കൂടെ നിന്നാൽ പ്രയോജനം നിനക്കാണ്. അതല്ല മറ്റെന്തെങ്കിലും ഇനി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു നിമിഷം ഇതൊന്ന് കാണുക. അടുത്തതായി വന്നത് ഒരു പിക്ചർ മെസ്സേജ് ആയിരുന്നു. ലയ അന്ന് എവിടെയൊക്കെ പോയി എന്നതിൻ്റെ വിശദമായ റൂട്ട് മാപ്പും ചിത്രങ്ങളും അടക്കം ചെയ്ത കൊളാഷ്. ഇതെങ്ങനെ? അതിശയപ്പെടേണ്ട, എൻ്റെ കണ്ണ് ലോകം മുഴുവൻ കാണുന്നുണ്ട്. ഈ കണ്ണിൻ്റെ ദൃഷ്ടിപഥത്തിൽ പെടാത്ത ഒന്നും ഇനി ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. വി ആർ വാച്ചിങ് എവറിത്തിങ്. ഇപ്പോൾ വിശ്വാസമായില്ലേ? ഞങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് നീയും നിന്റെ കുടുംബവുമെന്ന്. ഇനി നീ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ വഴിയെ പറയും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ. ലയയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആ നമ്പർ ഓഫ്ലൈനായി. സത്യവും അവിശ്വസനീയതയും കെട്ടുപിണഞ്ഞ മനസ്സുമായി തൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം സ്വന്തം കാതിൽ കേട്ടുകൊണ്ട് ലയ ഇരുന്നു. അടുത്തതായി എന്താവും അവർ ചെയ്തു കൂട്ടുക? എന്താവും തന്നെ ഏൽപ്പിക്കുന്ന ആ ദൗത്യം? അവളുടെ മുന്നിൽ ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങൾ തലപൊക്കിക്കൊണ്ടിരുന്നു. അവൾ മുടിയിഴകൾ കൊരുത്ത് വലിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കോയമ്പത്തൂർ. രാവ് എരിഞ്ഞു തീർന്നിരുന്നു. ചാരം മൂടിയ കരിക്കട്ടകൾ നെരിപ്പോടിനുള്ളിൽ പൂണ്ടുകിടക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് തലൈവ. ദ കോഫി. അറുമുഖത്തിൻ്റെ വിളി കേട്ടാണ് അക്ബർ ഉണർന്നത്. ദീപു, ദീപു. അക്ബർ ദീപകിനെ തട്ടി വിളിച്ചു. ഉറക്കച്ചടവോടെ ദീപക് കണ്ണു തുറന്ന് അക്ബറിൻ്റെ മുഖത്തേക്ക് നോക്കി. ഗുഡ് മോർണിംഗ്, ദീപക് പറഞ്ഞു. കോഫി. ഇരുവർക്കും കുടിക്കാൻ കോഫി ഒരു കപ്പിൽ പകർന്നു വെച്ച് അറുമുഖം ക്ഷണിച്ചു. പോകണ്ടേ നമ്മൾക്ക്? കോഫി കുടിച്ചുകൊണ്ട് അക്ബർ ചോദിച്ചു. ഇന്ന് ശനിയാഴ്ചയാണ്. നാളെയാണ് അവരുടെ ഈസ്റ്റർ. അക്ബർ കപ്പിൽ നിന്നും മുഖമുയർത്തി പറഞ്ഞു. ഈസ്റ്റർ?
ദീപക് മന്ത്രിച്ചു. അതെന്നാ? അറുമുഖം ചോദിച്ചു. അതൊരു ചിന്ന കഥൈ, അക്ബർ പ്രതിവചിച്ചു. ഇന്ന് രാത്രിയിൽ ഒരു പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു വീട്ടമ്മ കൂടി കൊല്ലപ്പെടും, അക്ബർ പറഞ്ഞു. ഇതെങ്ങനെ തടയും? അറിയില്ല, റാൻഡം സെലക്ഷനാണ്. ജില്ലകൾ മാറി മാറി. അക്ബർ അയാളുടെ വലത് കൈ മുഷ്ടി ചുരുട്ടി നിലത്തിടിച്ചുകൊണ്ട് പറഞ്ഞു. ദീപക് തൻ്റെ തലേ രാത്രിയിൽ വന്ന വാട്സപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. അക്ബർ, തൻ്റെ സംശയം ശരിയാണ്. മരിച്ചവരെല്ലാം ഒരേ ബ്ലഡ് ഗ്രൂപ്പായിരുന്നു. AB നെഗറ്റീവ് എന്ന റെയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ്. സമീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എവിടെ? അക്ബർ ആകാംക്ഷയോടെ ആ മെസ്സേജ് വാങ്ങി പരിശോധിച്ചു. യെസ്, അതുതന്നെ. എന്ത്? പ്ലാസ്മ ശേഖരണം. അതിനവരെ കൊല്ലേണ്ട കാര്യമുണ്ടോ അക്ബർ? എന്തെങ്കിലും മയക്കുമരുന്നുകൾ കുത്തിവെച്ച് ശേഖരിച്ചാൽ പോരെ? മതി. പക്ഷേ അതിന് ഈ ബിസിനസ് നടത്തുന്ന ആളിൻ്റെ മാത്രം താല്പര്യമല്ല ഈ കൊലപാതകങ്ങളെങ്കിലോ? മനസ്സിലായില്ല. പറയാം. പനീർ സെൽവത്തെ കാണുവാൻ ചെന്നത് 3 പേരായിരുന്നു. നമ്മൾക്കറിയാത്ത ഒരു മുട്ടത്തലയനും പിന്നെ മറ്റു 2 പേർ വെങ്കിടേഷും ഇമ്മാനുവലും ആണെന്ന് വയ്ക്കുക. ഓക്കെ. അതിൽ വെങ്കിടേഷിൻ്റെ താല്പര്യം വ്യക്തമാണ്. ബിസിനസ് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. യെസ്, അതെ. മറ്റു 2 പേരിൽ ഇമ്മാനുവൽ ഒരു പക്ഷേ വെങ്കിടേഷിൻ്റെ സഹായിയാണെന്ന് കരുതിയാലും ആ മൂന്നാമൻ ആരെന്നോ അയാളുടെ ഉദ്ദേശ്യം എന്താണെന്നോ നമ്മൾക്ക് ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു പക്ഷേ അയാളാണ് നമ്മൾ തിരയുന്ന സോഡിയ കില്ലറെങ്കിൽ? അക്ബർ ചോദ്യഭാവത്തിൽ ദീപകിനെയും അറുമുഖത്തെയും നോക്കി. അട പാപി, അറുമുഖം നാവ് കടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. 9 മണിക്ക് പുറപ്പെട്ടാൽ ഉച്ച കഴിയുമ്പോൾ നമ്മൾക്ക് എറണാകുളത്തെത്താം. എന്താ, പുറപ്പെടുകയില്ലേ നമ്മൾ? അക്ബർ ചോദിച്ചു. ദീപക്കും അറുമുഖവും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഡൺ. മൂവരും ഏതാണ്ട് 3 മണിയോടെ കൊച്ചിയിലെത്തിച്ചേർന്നു. അറുമുഖം ദീപകിനൊപ്പമാണ് തങ്ങിയിരുന്നത്. അന്ന് സന്ധ്യയ്ക്ക് ദീപകിൻ്റെ വസതിയിൽ വെച്ച് ഒരു അനൗദ്യോഗികമായ മീറ്റിംഗ് കൂടി. ഡോക്ടർ ദീപക്, അക്ബർ, അറുമുഖം, തങ്കച്ചൻ പിന്നെ കമ്മീഷണർ മോഹൻദാസുമായിരുന്നു ആ മീറ്റിംഗിൽ സംബന്ധിച്ചത്. ഏറ്റവും അവസാനമായിരുന്നു മോഹൻ അവിടേക്ക് എത്തിച്ചേർന്നത്. 4 പേരെയും കണ്ടയുടൻ പെർഫെക്റ്റ് ടീം എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതീവ ഗൗരവകരമായ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞാണ് അക്ബർ തുടങ്ങിയത്. ഇത് അമല കേസിൻ്റെ തുടർച്ചയല്ല. അമല കേസിൽ ഉൾപ്പെട്ട വെങ്കിടേഷും ഇമ്മാനുവലും ഈ സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് എന്നൊരു സംശയം മാത്രമാണ് എനിക്കുള്ളത്. ആ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞ പ്രകാരം മൂന്നാമൻ്റെ ഒരു രേഖാചിത്രം വരച്ചിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുവാൻ സാധിക്കില്ല. കാരണം അന്ന് പ്രത്യക്ഷപ്പെട്ട രൂപത്തിലായിരിക്കില്ല അയാൾ ഇന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ 3-4 അപ്പിയറൻസിലുള്ള അയാളുടെ രേഖാചിത്രങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അക്ബർ ആ ചിത്രങ്ങൾ മോഹൻദാസിന് നേരെ നീട്ടി. അയാൾ അതെല്ലാം വാങ്ങി പരിശോധിച്ചു. അതിൽ ഒരു ചിത്രം മോഹൻ വീണ്ടും വീണ്ടും പരിശോധിച്ചു കൊണ്ടിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട അക്ബർ മോഹൻ്റെ പെരുമാറ്റം വീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്താണ് സാർ, എന്തു പറ്റി? കൂട്ടത്തിൽ ഒരു ഫ്രഞ്ച് താടി വെച്ച് കണ്ണട വെച്ച ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട് മോഹൻ അക്ബറിനോട് പറഞ്ഞു. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അക്ബർ. പക്ഷേ എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എനിക്ക് ഈ മുഖം പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്. അക്ബർ മോഹൻ്റെ തൊട്ടടുത്തെത്തി. സാർ, നന്നായി ഒന്ന് ഓർത്തു നോക്കിക്കേ. എവിടെയാണ്, ഏത് രീതിയിലാണ് സാറിന് ഇയാളോട് പരിചയമെന്ന്? മോഹൻ അല്പസമയം ചിന്തയിലാണ്ടു. ഇല്ല, കിട്ടുന്നില്ല. അക്ബർ നിശബ്ദനായി. ഫയലിൽ നിന്ന് അടുത്ത ഒരു ചിത്രമെടുത്ത സമയം പെട്ടെന്ന് മോഹൻ പറഞ്ഞു. അക്ബർ, കിട്ടിയടോ? പറയൂ സാർ. ഇയാളൊരു സെയിൽസ്മാനാണ്. ഒരു ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീനുമായി ഇയാളെ ഞാൻ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. എവിടെ? ഇവിടെ, സിറ്റിയിലെ ഹോസ്പിറ്റലിൽ തന്നെ, ഡോക്ടർ സേവ്യറിൻ്റെ ഒപ്പം. ഡോക്ടർ സേവ്യർ? അയാളല്ലേ സാറിൻ്റെ ഡയബറ്റീഷ്യൻ? അതെ. അയാളെ ഒന്ന് വിളിക്കാൻ പറ്റുമോ ഇപ്പോൾ? ഷുവർ. മോഹൻ ഫോണെടുത്ത് ഡോക്ടർ സേവ്യറെ വിളിച്ചു. ബെല്ലടിച്ചു നിന്നതല്ലാതെ ആരും ഫോൺ എടുത്തില്ല. ഒരു വട്ടം കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് മോഹൻ വീണ്ടും ഡോക്ടർ സേവ്യറെ വിളിച്ചു. ആ വിളി അയാൾ അറ്റൻഡ് ചെയ്തു. ഹലോ മോഹൻ സാർ, എന്താണ് പതിവില്ലാതെ? ഹലോ ഡോക്ടർ, ഞാനൊരു വിവരം അന്വേഷിക്കുവാൻ വേണ്ടിയാണ് വിളിക്കുന്നത്.
അപ്പോഴേക്കും സേവർ തന്റെ സംസാരശൈലി ഗൗരവകരമായ എന്തോ ഒന്നാണ് മോഹൻ പറഞ്ഞു തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. എന്താണ് മോഹൻ, കാര്യം പറയൂ. പറയാം. 2 ആഴ്ച മുൻപ് നമ്മൾ തമ്മിൽ കണ്ടിരുന്നല്ലോ. അന്ന് ഞാൻ നിങ്ങളുടെ ക്യാബിനിലേക്ക് കയറുന്നതിന് മുൻപ് അല്പം ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഞാൻ അയാളെ സൂക്ഷിച്ച് തിരിഞ്ഞു നോക്കുന്നത് കണ്ട് നിങ്ങളാണ് എന്നോട് പറഞ്ഞത് അയാൾ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്നും എന്തോ ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീനുമായി വന്നതാണെന്നും ഓർമ്മയുണ്ടോ? യെസ്, ഞാൻ ഓർക്കുന്നു. അത് അശോകാണ്. അശോക് കുമാർ. ഡയോമേറ്റ് എന്നാണ് ആ കമ്പനിയുടെ പേര് പറഞ്ഞത്. ഒരു സാധാരണ ഷുഗർ ചെക്കിംഗ് മെഷീൻ. അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി എൻ്റെ പേഷ്യൻസിൻ്റെ അഡ്രസ്സ് കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയാണ് അയാൾ ഇവിടെ എത്തിയത്. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ എൻ്റെ അനുവാദം കൂടാതെ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. പല ആളുകളല്ലേ, നമ്മളായിട്ട് അവരുടെ വിവരങ്ങൾ ഒരു കമ്പനിക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, പക്ഷേ ഡോക്ടർ, ഞാൻ അതിനു മുൻപും ഒരു തവണ അയാളെ നിങ്ങളുടെ ക്യാബിൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്, മോഹൻ പറഞ്ഞു. ഓ ആണോ? എന്തോ ഞാൻ അത് ഓർക്കുന്നില്ല മോഹൻ. എന്തു പറ്റി ഇപ്പോൾ ഇങ്ങനെയൊരു അന്വേഷണം? എനി പ്രോബ്ലം? ഏയ് നത്തിങ് ഡോക്ടർ, ഒരു ചെറിയ കാര്യം, അത്രമാത്രം. ഏതായാലും താങ്ക്സ് ഇത്രയും വിവരങ്ങൾ തന്നതിന്. ആ കമ്പനിയുടെ പേരെന്താന്നാ പറഞ്ഞത്? കമ്പനി ഡയോമേറ്റ്. ചേർത്തലയിലോ മറ്റോ ആണ് അവരുടെ ഹെഡ് ഓഫീസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ ഡോക്ടർ, സി യു. മോഹൻ ഫോൺ കട്ട് ചെയ്തു. അക്ബറിൻ്റെ മുഖത്തേക്ക് നോക്കി. അക്ബർ മോഹൻ്റെ മുൻപിൽ മെല്ലെ കുനിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, കള്ളൻ. മനസ്സിലായല്ലേ? മോഹൻ പറഞ്ഞു. അക്ബർ കണ്ണടച്ച് ഒരു ചിരിയോടെ മൂളി. യെസ്, ആ ഡോക്ടർ എന്തോ മറയ്ക്കുന്നുണ്ട്. ആ മറച്ചു വെച്ചതെല്ലാം ഒന്ന് പുറത്തേക്ക് വരുത്തണ്ടേ സാറേ? തങ്കച്ചൻ തൻ്റെ വലത് കൈമുട്ട് ഉഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അറുമുഖത്തെ നോക്കി ഒരു കണ്ണടച്ച് കുസൃതി ചിരിച്ചു. അറുമുഖം തിരിച്ചും. ദേ ഇവന്മാരെ നീ കൺട്രോൾ ചെയ്തോണം. രണ്ടും കൂടെ കയറി മേഞ്ഞാൽ ആ സേവ്യർ പിന്നെ മിച്ചം കാണില്ല, മോഹൻ പറഞ്ഞു. ഇല്ല സാർ, ഞാൻ പറയാതെ ഇവർ ഒന്നും ചെയ്യില്ല. ആദ്യം 2 കാര്യങ്ങൾ അറിയണം. 1, അങ്ങനെ ഒരു കമ്പനി നിലവിലുള്ളതാണോ എന്നാണ്. 2, അയാളല്ലെങ്കിൽ അയാളുടെ മറ്റ് അനുയായികൾ കേരളത്തിലെ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ എത്തി, എവിടുന്നൊക്കെ വിവരം ശേഖരിച്ചു എന്നുമാണ്. അക്ബർ മെല്ലെ എഴുന്നേറ്റ് നിന്നു. ഇതിൽ രണ്ടാമത് പറഞ്ഞത് അത്രയും നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. നമ്മളുടെ അന്വേഷണം വ്യാപകമാകുന്നതോടുകൂടി സോഡിയാക് കില്ലറും കുപ്രസിദ്ധനാവും. അയാൾക്ക് വേണ്ടതും അതുതന്നെയാണ്, പ്രശസ്തി. ആളുകൾ ആ പേര് ഉച്ചരിക്കുമ്പോഴുള്ള ഭയം, പിന്നെ ബോണസ് പോലെ ലഭിക്കുന്ന അപൂർവ രക്തസാമ്പിളുകളും. ദീപക് അക്ബറിനോട് ചോദിച്ചു. ഡോക്ടേഴ്സ് അസോസിയേഷനിൽ അടിയന്തിരമായി ഞാനൊരു മെസ്സേജ് നൽകാം. എത്ര പേർ അനുകൂലമായി പ്രതികരിക്കും എന്ന് നോക്കാം. എന്താ? അത് വേണം ദീപു. ഇനി നമ്മുടെ ഓരോ മണിക്കൂറുകളും വിലപ്പെട്ടതാണ്. നമ്മുടെ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇനി കടക്കുവാൻ പോകുന്നത്. ഇനിയാണ് കുരുക്കുകൾ മുറുകുന്നതും. ഇനി കളമറിഞ്ഞ് നമ്മൾ കളിച്ചില്ലെങ്കിൽ ഈ കളി മരണക്കളിയാവും. അക്ബറിൻ്റെ വാക്കുകൾ വല്ലാത്തൊരു ഉൾഭയത്തോടെയാണ് അവർ ശ്രവിച്ചത്. നെഞ്ചിൽ കൂടി എന്തോ കുത്തിയിറങ്ങും പോലെ അവർക്ക് അനുഭവപ്പെട്ടു. മോഹൻ മുന്നോട്ട് നീങ്ങി അക്ബറിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. നിനക്കെന്തെങ്കിലും സൂചനകൾ ലഭിച്ചോ അക്ബർ? പറയ്. എന്ന് ചോദിച്ചാൽ? അക്ബർ അത് പറഞ്ഞുകൊണ്ട് മെല്ലെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സർ, മനഃശാസ്ത്രപരമായ പല കാരണങ്ങളാലും 3 അതിലധികമോ ആളുകളെ 2 അതിലധികമോ വ്യത്യസ്ത സംഭവങ്ങളിലായി കൊലപ്പെടുത്തുന്ന വ്യക്തികളെയാണല്ലോ നമ്മൾ സീരിയൽ കില്ലർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്കിടയിൽ കുറച്ച് ഇടവേളകൾ ഉണ്ടാവാറുണ്ട്. അവ കുറച്ച് ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ, അല്ലെങ്കിൽ നിരവധി വർഷങ്ങൾ വരെയാകാം. അതങ്ങനെ തന്നെയാണ് ഇന്നോളം ലോകത്ത് അനുവർത്തിക്കുന്നത്. ഒരാൾ തന്നെയാണ് ഇങ്ങനെയുള്ള കൊലപാതക പരമ്പര നടത്തുന്നതെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കാവുന്നതാണ്. പക്ഷേ അടുത്തടുത്ത ദിവസങ്ങൾ, അതൊരു ഇടവേളയും കൂടാതെ നടത്തുന്ന ഈ കൊലപാതക പരമ്പരയിലെ സോഡിയാക് കില്ലർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, എന്നെ ഇൻ്റർനെറ്റ് കോളുകൾ വിളിച്ച് നേരിട്ട് ചലഞ്ച് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയൊരു നിഗമനത്തിലാണ് ഞാൻ ഈ കേസ് അന്വേഷണം ആരംഭിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി? മോഹൻ ചോദിച്ചു.
അന്ന് കോയമ്പത്തൂരിൽ പോയപ്പോൾ സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർ വെങ്കിടേഷും പിന്നെ ആ പയ്യനും പിന്നെ ഇപ്പോഴും നമ്മുടെ മുൻപിൽ അജ്ഞാതമായി ഇരുട്ടിലാണ്ടിരിക്കുന്ന ആ മനുഷ്യനും ചേർന്നാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ മന്ത്രിക്കുന്നുണ്ട്, അത് 3 പേരല്ല എന്ന്. അവരുടെയെല്ലാം തലതൊട്ടപ്പനായി ഒരാൾ ഉണ്ട് സാർ, എനിക്കുറപ്പുണ്ട്. ആരാലും പിടിക്കപ്പെടില്ല എന്ന ഗർവോടെ അവരെയെല്ലാം അടക്കി ഭരിക്കുന്ന ഒരു തല. ഇവരെല്ലാം അയാളുടെ ആജ്ഞാനുവർത്തികൾ മാത്രം. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവ് വേണമല്ലോ അക്ബർ, മോഹൻ പറഞ്ഞു. തെളിവ് ഞാൻ കണ്ടെത്തും സാർ. ഈ മരണക്കളിയിലെ ഊരാക്കുടുക്ക് ഞാൻ അഴിച്ചെടുക്കുക തന്നെ ചെയ്യും, അക്ബർ പറഞ്ഞു. എനിക്ക് ചിലതിനെപ്പറ്റി ഒന്നുകൂടി വിശദമായി അറിയേണ്ടതുണ്ട്. നാളെ നമ്മൾക്ക് കൊല്ലപ്പെട്ട 2 സ്ത്രീകളുടെയും ചില വിവരങ്ങൾ കളക്ട് ചെയ്യണം. സാർ, ആ ഡയോമെറ്റ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേര് ശ്രദ്ധിച്ചോ? അശോകൻ. അതൊരു ബ്രാൻഡ് നെയിമാണ് സാർ. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആരംഭിച്ച ഇലുമിനാറ്റി സംഘടനയുടെ കേന്ദ്രം, ദ സുപ്രീം പവർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹമായിരുന്നു, അശോക ചക്രവർത്തി. അക്ബർ 4 പേരുടെയും മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ സാർ, ഈ കേസിന് ചില സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, മോഹൻ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ പുതിയ IG ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അക്ബർ. അയാൾ ഒരു വെട്ടുപോത്താണ്. ഫ്രം ഇൻഡോർ, ദേവേന്ദ്ര ചൗഹാൻ. നീ നല്ലപോലെ പ്രിപ്പയർഡ് ആയിക്കോളൂ. വല്ലാത്തൊരു സ്വഭാവമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ദേവേന്ദ്ര ചൗഹാൻ വരട്ടെ, നമ്മൾ അയാൾക്ക് നല്ല 1-ാം തരം ഒരു റിപ്പോർട്ട് കൊടുക്കും, പോരെ സാർ, അക്ബർ പറഞ്ഞു. അടുത്ത ദിവസം ഞായറാഴ്ച കാലത്ത് തന്നെ റസിയയുടെ വിളി കേട്ടാണ് അക്ബർ കണ്ണ് തുറന്നതും. അക്കു, ദാ ഇത് നോക്ക്. അന്നത്തെ മലയാള പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് റസിയയുടെ നിൽപ്പ്. എന്താണ് റസു? ദാ നോക്കടോ, ആൺകുട്ടിയോള് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? അക്ബർ കണ്ണ് തിരുമി എഴുന്നേറ്റ് കിടക്കയിൽ തന്നെ കാലുകൾ പൂട്ടിയിരുന്നു. നോക്ക്. റസിയ പത്രം അക്ബറിൻ്റെ മടിയിലേക്കിട്ടു. അക്ബർ അതെടുത്തു മെല്ലെ നിവർത്തി നോക്കി. സപ്ലിമെന്റിന്റെ ചുവന്ന തലക്കെട്ടായിരുന്നു പ്രധാനപ്പെട്ട ആകർഷണം. അത് കണ്ട അയാളുടെ കണ്ണുകൾ വിടർന്നു. അക്ബർ വായിച്ചു. സോഡിയക് കില്ലർ സത്യമോ മിഥ്യയോ? അതിൻ്റെ താഴെ ഒരു സുദീർഘമായ വിവരണവുമുണ്ടായിരുന്നു. അക്ബർ അത് വായിച്ചു തുടങ്ങി. സീരിയൽ കില്ലർ എന്ന് നമ്മൾ വിളിച്ചു പോരുന്ന പരമ്പര കൊലയാളികൾക്ക് ഏതാണോ അവർ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന നാട്, ആ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളെ മറികടക്കുന്നത് തന്നെ ഒരു പ്രത്യേക വിനോദമാണ്. ക്രമേണ അവർ തങ്ങൾക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശ്രദ്ധ ആസ്വദിക്കുകയും തുടർന്ന് ജനങ്ങളുടെ ഭയവും പോലീസ് തങ്ങളെ പിന്തുടരുന്നതും ആസ്വദിക്കുകയും ചെയ്യുന്നു. കുറ്റാന്വേഷകർക്ക് തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ സൂചിപ്പിക്കുന്ന സന്ദേശങ്ങൾ അയക്കുകയും അവരുടെ കൊലപാതകങ്ങളുടെ വിശദമായ രേഖകൾ ഒരുപക്ഷെ അവർ തന്നെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അതേസമയം ചിലർ എല്ലായ്പ്പോഴും എല്ലാം മുൻകൂട്ടി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാറില്ല. അവർ സന്ദർഭങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കി പെട്ടെന്ന് മുന്നിൽ വന്നു പെടുന്നവരെ ഇരകളായി കാണുകയാണ് ചെയ്യുന്നത്. അക്ബർ വായന തുടർന്നു. ചില ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾ സമൂഹത്തിന് ഒരു ഉപകാരം ചെയ്യുന്നുവെന്ന് കരുതുന്ന കൊലയാളികളാണ് മിഷൻ ഓറിയന്റഡ് സീരിയൽ കില്ലർമാർ. ആ വരിയിൽ അക്ബറിന്റെ കണ്ണുകൾ ഉടക്കി. തേടിയതെന്തോ കണ്ടെത്തിയതുപോലെ അക്ബറിന് തോന്നി. അതിലേറെ അയാളുടെ മനസ്സുടക്കിയത് അടുത്ത വരിയിലാണ്. ഇതിൽ യുവതികൾ, വേശ്യകൾ, മയക്കുമരുന്ന് വ്യാപാരികൾ അല്ലെങ്കിൽ സ്വവർഗരതിക്കാർ എന്നിവർ ഉൾപ്പെടാം. ഈ കൊലയാളികൾ പൊതുവെ മനോരോഗികളല്ല. സമൂഹത്തെ മാറ്റാൻ തങ്ങൾ ശ്രമിക്കുന്നതായി ചിലർ സ്വയം കാണുന്നു. ലോകം കൊലപാതക പരമ്പരകളിലൂടെ കീഴടക്കാൻ സാധിക്കും എന്നവർ കരുതുന്നു. അവർക്ക് എല്ലായ്പ്പോഴും നിയന്ത്രിത കുറ്റകൃത്യങ്ങളുണ്ട്. അതിനാൽ അവയെ സംഘടിതമെന്ന് തരംതിരിക്കുന്നത്, ട്രാക്കു ചെയ്യുന്നത് വളരെ എളുപ്പമാകുന്നു. എന്നിരുന്നാലും ഈ കൊലയാളികൾ എല്ലായ്പ്പോഴും തങ്ങളുടെ ഇരകളെ പിന്തുടരുന്നതിനാൽ അവർക്കവരെ വകവരുത്തുവാൻ സാധിക്കുന്നത് വളരെ എളുപ്പമാകുന്നു. ഇരകളെ കണ്ടെത്തുന്നതിനും മറ്റുമായി ചില സഹായികളെയും അവർ തേടിയേക്കാം. സീരിയൽ കില്ലർമാർക്കുള്ള ഏറ്റവും സാധാരണമായ 2 വിഭാഗങ്ങൾ
പൈശാചികപരമായതും ദൈവീകപരമായതുമാണ്. അത്തരമൊരു കൊലയാളിയുടെ ഉദാഹരണമാണ് ഡേവിഡ് ബെർക്കോവിറ്റ്സ്. അയൽവാസിയുടെ നായയിലൂടെ ചെകുത്താൻ തന്നോട് കൽപ്പിച്ചതായി അയാൾ അവകാശപ്പെട്ടിരുന്നു. അതുവഴി അയാൾ നടത്തിയ കുറ്റകൃത്യങ്ങളെല്ലാം ചെകുത്താന്റെ ആജ്ഞപ്രകാരം നടത്തിയതാണെന്നാണ് അയാൾ അവകാശപ്പെടുന്നതും. അടുത്തത് പവർ ആൻഡ് കൺട്രോൾ സീരിയൽ കില്ലർ എന്ന വിഭാഗമാണ്. ഇക്കൂട്ടർ ഇരയുടെ ഭീകരതയും കഷ്ടപ്പാടുകളും അലർച്ചയും ആസ്വദിക്കുന്നു. ഈ കൊലയാളികൾ വളരെ സംഘടിത പ്രവണത കാണിക്കുന്നു. അവർക്ക് സാധാരണയായി കുട്ടിക്കാലത്തെ ദുരുപയോഗത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ഇത് മുതിർന്നവരെ പോലെ ശക്തിയില്ലാത്തവരും അപര്യാപ്തരുമാണെന്ന് അവർക്ക് തോന്നുന്നു. ഈ കൊലയാളികളിൽ പലരും ഇരകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു. പക്ഷേ അവർ കാമവികാരങ്ങളിൽ പ്രചോദിതരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം ഇരയെ കീഴടക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ്. ഈ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പുറമെ കൊലപാതക ആചാരങ്ങളെയും കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തെയും അടിസ്ഥാനമാക്കി സീരിയൽ കില്ലർമാരെ അദ്വിതീയമാക്കുന്ന അനേകം മറ്റ് ഉപവിഭാഗങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് കറുത്ത വിധവ എന്നത് സ്ത്രീ സീരിയൽ കില്ലർമാർക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ടാണ്. കാരണം ഒരു പെൺകറുത്ത വിധവ ചിലന്തി ചിലപ്പോഴൊക്കെ മുട്ടയിട്ട ശേഷം ഇണയെ കൊല്ലുകയും തൻ്റെ ദഹനരസങ്ങൾ കൊണ്ട് അവനെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാളെ കൊന്ന ശേഷം ഉടൻ തന്നെ മറ്റൊരാളെ കൊല്ലുന്ന സീരിയൽ കില്ലർമാരുമുണ്ട്. ഇത്തരത്തിലുള്ള സീരിയൽ കില്ലർമാരെ സ്പ്രീ കില്ലേഴ്സ് എന്ന് വിളിക്കുന്നു. ഇരകളെ പ്രധാനമായും ലൈംഗിക ഉത്തേജനത്തിന് ഉപയോഗിച്ച ശേഷം കൊല ചെയ്യുന്നവരാണ് സെക്സ് ഓറിയന്റഡ് സീരിയൽ കില്ലേഴ്സ്. കൂടാതെ ഗ്രൂപ്പുകൾ നിർമ്മിച്ച് അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി കൊലയാളി ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന കൊലയാളികളുമുണ്ട്. ഇവരെ ഗ്രൂപ്പ് കില്ലേഴ്സ് എന്ന് വിളിക്കുന്നു. പക്ഷേ സാധാരണയായി അവരെ കൾട്ടുകൾ എന്ന് വിളിക്കുന്നു. ഗ്രൂപ്പ് സീരിയൽ കില്ലേഴ്സ് എന്നതും സീരിയൽ കില്ലർമാരാണ്. ഒരേ സമയം വലിയൊരു കൂട്ടം ആളുകളെ കൊല്ലുന്നു. ആ കൊലപാതകം പ്രത്യേക ലക്ഷ്യങ്ങളില്ലാതെയുള്ളതാണ്. ഒരു കൂട്ടം ആളുകളെ വിഷവാതകമോ വിഷവസ്തുക്കളോ സ്ഫോടക വസ്തുക്കളോ ഉപയോഗിച്ച് സ്വന്തം ആസ്വാദനത്തിനായി കൊല്ലുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഒറ്റയിരിപ്പിൽ അത് വായിച്ച ശേഷം ലേഖകന്റെ പേര് നോക്കിയ അക്ബർ SK എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രമാണ് കണ്ടത്. SK അതാരാണ്? അക്ബർ തിരിഞ്ഞ് കിടക്കയുടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറുമേശയുടെ പുറത്തിരുന്ന തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു. കോണ്ടാക്ട് ലിസ്റ്റ് പരിശോധിച്ചു. S എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ലിസ്റ്റിൽ നിന്നും സേതുനാഥ് എന്ന പേര് അക്ബർ കണ്ടെത്തി. ഹലോ സേതു, ഗുഡ് മോർണിംഗ്. ഹലോ അക്ബർ, ഹാവ് എ നൈസ് ഡേ. ഞാൻ തൻ്റെ ഈ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ താൻ അത്ഭുതപ്പെടില്ല എന്ന് എനിക്കറിയാം. ഞാനും ആ ലേഖനം വായിച്ച ശേഷം ആലോചിച്ചത് ആ പേരിനെ പറ്റിയാണ്. SK എന്ന രണ്ടക്ഷരം. അങ്ങനെ ഒരു തൂലികാനാമം ഇതിനു മുൻപ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിലെ ഒരു പത്രമാധ്യമങ്ങളിലും ആ പേരിൽ ഒരു എഴുത്തുകാരനുള്ളതായി അറിയില്ല. മലയാളരമയിൽ ഒരു സുരേഷ് കൃഷ്ണനുണ്ട്. ഈ ലേഖനം വായിച്ച ഉടനെ ഞാൻ അവനെ വിളിച്ചിരുന്നു. പക്ഷേ അത് അവനല്ല എന്നാണ് പറയുന്നത്. അവൻ സ്വന്തം പേര് എഴുത്തുകളിലെല്ലാം അതേപോലെ തന്നെ സൂചിപ്പിക്കാറുണ്ട്. സേതുവിന് ഉറപ്പുണ്ടോ? അത് ഉറപ്പാണ് അക്ബർ, ഡാം ഷുവർ. എന്നാൽ പത്രം ഓഫീസിൽ വിളിച്ചു നോക്കാമല്ലോ. മലയാളരമയിലെ എഡിറ്റർ സച്ചിദാനന്ദൻ എൻ്റെ സുഹൃത്താണ്. ഞാൻ അവനെ... പെട്ടെന്ന് അക്ബർ ഒന്ന് നിർത്തി. എന്ത് പറ്റി അക്ബർ? സേതു, സീരിയൽ കില്ലർ എന്ന വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ SK എന്നല്ലേ? ഇതവർ നേരിട്ട് അയച്ചു കൊടുത്തതാണെങ്കിലോ? എല്ലാത്തിനും അമേരിക്കയിലെ സോഡിയ കില്ലറെ അനുകരിക്കുന്ന നമ്മുടെ ഈ കൊലപാതകി നേരിട്ടെഴുതി അയച്ച ലേഖനമാണിതെങ്കിൽ സാധ്യത തള്ളാനാവില്ല. ഞാൻ ഏതായാലും സച്ചിദാനന്ദനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ സേതു. നമ്മൾക്ക് പിന്നീട് കാണാം. അക്ബർ ഫോൺ വെച്ചു. അല്പസമയം എന്തോ ആലോചിച്ചിരുന്ന ശേഷം അക്ബർ സച്ചിദാനന്ദനെ വിളിച്ചു. പക്ഷേ അയാളുടെ മറുപടി അക്ബറിനെ നിരാശനാക്കി കളഞ്ഞു. കാരണം ആ ലേഖനത്തിന്റെ ഉറവിടം അവർക്ക് അജ്ഞാതമാണെന്നാണ് സച്ചിദാനന്ദൻ അക്ബറിനോട് പറഞ്ഞത്. ചീഫ് എഡിറ്റർക്ക് ഇമെയിലായി ലഭിച്ച ഒരു ലേഖനമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ മെയിൽ ID ഫേക്കാണ് അക്ബർ, സച്ചി പറഞ്ഞു. പിന്നെ സമകാലികമായ പ്രാധാന്യമുള്ള ഒരു സംഭവമായതുകൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നേ ഉള്ളൂ. എന്താടോ എന്തെങ്കിലും പ്രശ്നം? ഞാൻ വിളിക്കാം സച്ചി, അക്ബർ പറഞ്ഞു.
അതേ ഞായറാഴ്ച കേരളത്തിലെ മറ്റൊരിടം. അന്നമ്മ ചേട്ടത്തി 10 മണിക്ക് പള്ളിയിൽ നിന്നും മടങ്ങി വന്നപ്പോഴും മുകളിലത്തെ നിലയിലെ മുറിയിൽ നിന്നും പതിഞ്ഞ താളത്തിൽ ഇംഗ്ലീഷ് ഗാനം ഉയരുന്നുണ്ടായിരുന്നു. ഈ കുട്ടി എണീറ്റില്ല ഇതുവരെ. അവർ വലതുകാൽ മുട്ടിലേക്ക് കൈപ്പത്തി അമർത്തി, കർത്താവേ, ഇനി ഈ പടി കയറി പോകണമല്ലോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് പടവുകൾ കയറി തുടങ്ങി. നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഈ 10 മണിവരെ എങ്ങനെ കിടന്നുറങ്ങും എൻ്റെ പുണ്യാള? പള്ളിയിലും പോകില്ല, ദൈവവിചാരവുമില്ല. ഇങ്ങനെ ഒരു കുട്ടി. പദം പെറുക്കി സംസാരിച്ചുകൊണ്ട് മുകളിലെത്തിയത് അവർ പോലും അറിഞ്ഞില്ല. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. മോളെ ശ്രേയേ. അവർ വാതിലിൽ മെല്ലെ തട്ടി. ആദ്യത്തെ തട്ടിനു തന്നെ വാതിൽ മെല്ലെ തുറന്നു വന്നു. അകത്തേക്ക് നോക്കിയ അവർ കണ്ടത് നഗ്നയായി കമിഴ്ന്നു കിടക്കുന്ന ശ്രേയയാണ്. അയ്യോ എൻ്റെ മോളെ, അവർ വിളിച്ചുപോയി. ഇളം റോസ് നിറത്തിലുള്ള ശ്രേയയുടെ കിടക്ക വിരിയിലാകെ രക്തം തളം കെട്ടി നിന്നിരുന്നു. അപ്പോഴും ചൂടുമാറാത്ത രക്തം തുള്ളികളായി നിലത്ത് ഇറ്റുവീണ് ഭൂപടം വരച്ചതുപോലെ കിടന്നിരുന്നു. അപ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത്. കിടക്കയ്ക്ക് പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന അവളുടെ വലതുകൈയിലെ തള്ളവിരൽ അറുത്തു മാറ്റിയിരിക്കുന്നു. എൻ്റെ മോളെ. അന്നമ്മ ചേട്ടത്തി അലറി വിളിച്ചുകൊണ്ട് ഓടിയടുത്തു. പക്ഷേ പാതി വഴിയിലെത്തിയപ്പോഴേക്കും അവർ കുഴഞ്ഞു വീണു പോയിരുന്നു. പാട്ടപ്പോഴും പതിഞ്ഞ താളത്തിൽ മ്യൂസിക് പ്ലെയറിൽ തുടരുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ആ മലയോര ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറി. ശ്രേയയുടെ കൊട്ടാര സമാനമായ വീടിന് ചുറ്റും ആളുകൾ തിങ്ങി നിറയുകയായിരുന്നു. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രേയ ജേക്കബ് സ്വവസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ. ആ വാർത്ത കാട്ടുതീ പോലെ കേരളത്തിൽ പടർന്നു പിടിച്ചു. ഇതിപ്പോ പകലുമായല്ലോ. രാത്രിയിലാണ് കഴിഞ്ഞ 2 കൊലപാതകങ്ങളും നടന്നത്. ഇത് പട്ടാപകലാണത്രേ. ചായക്കടയിലും അങ്ങാടിയിലും ക്ലബ്ബുകളിലും അങ്ങനെ 4 ആൾ കൂടുന്നിടത്തെല്ലാം കൊലപാതകം ചൂടുപിടിച്ച വാർത്തയായി മാറി. അതിനിതും അയാളാണോ ചെയ്തത്? അവർ പരസ്പരം ചോദിച്ചു. അതേന്ന്, ദാ ന്യൂസിലുണ്ട്. ആ പെണ്ണിൻ്റെ വലതു കൈയിലെ പെരുവിരല് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തും. മറ്റവനാ അത്, സോഡിയ കില്ലർ. അതെ അതെ, എന്നാലും വല്ലാത്ത പിറപ്പ് തന്നെ. മനുഷ്യനെ തലക്കടിച്ച് കൊല്ലുക, എന്നിട്ട് ആ മരണം അങ്ങനെ കണ്ട് ആസ്വദിക്കുക. അതെ, എന്നിട്ടും കലി അടങ്ങാതെ തള്ളവിരൽ മുറിച്ചു മാറ്റിയത്രേ. കഴിഞ്ഞ ദിവസം മരിച്ച ആ ലേഡി ഡോക്ടറുടെയും വിരൽ മുറിച്ചു മാറ്റിയിരുന്നു എന്നാണ് കേട്ടത്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പാഴ്സൽ അയച്ചു എന്ന്. എന്തൊരു ധൈര്യമല്ലേ, സമ്മതിക്കണം. ചായക്കടയിലെ സംസാരം ഇങ്ങനെ നീണ്ടു. അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നവരെല്ലാം ചൂടേറിയ ആ ചർച്ചയിൽ പങ്കുകൊണ്ടു. അക്ബറും ദീപക്കും തങ്കച്ചനും അറുമുഖവും കൊലപാതകം നടന്ന വീടും പരിസരവും അരിച്ചു പെറുക്കി. കൊലപാതകയിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊന്നും മൃതദേഹത്തിൽ നിന്നോ ആ മുറിയിൽ നിന്നോ അവർക്ക് ലഭിച്ചില്ല. അത്രമാത്രം ബദ്ധശ്രദ്ധയോടെയാണ് അയാൾ ആ കൃത്യം നിർവഹിച്ചത്. വീടുമുറ്റത്തെത്തിയ അക്ബർ നടവഴിയാകെ പരതിയൊന്ന് കണ്ടെത്തി. ആഴത്തിൽ പതിഞ്ഞുകിടന്ന ബൂട്ട്സിന്റെ പാടുകൾ. ഏതാണ്ട് 10 ഇഞ്ച് വലിപ്പം വരുന്ന അടയാളങ്ങളാണ് ചെങ്കല്ലു രാശിയുള്ള മണ്ണിൽ ആഴത്തിൽ പതിഞ്ഞു കിടന്നിരുന്നത്. ആ ഫുട് പ്രിന്റുകളുടെ ഫോട്ടോസ് എടുത്ത ശേഷം അക്ബർ തങ്കച്ചനോട് പറഞ്ഞു, പുതിയ ഷൂസ്, ഏതാണ്ട് 10 ഇഞ്ച് നീളമുള്ള കാൽപ്പാടുകൾ. നമ്മുടെ കണക്കുകൂട്ടലുകൾ പിശകിയിട്ടില്ല തങ്കച്ച. അയാളുടെ വരവ് ഒറ്റയ്ക്ക് തന്നെയാണ്. 10 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഉയരം 6 അടിയുടെ മുകളിലുണ്ടാവും. കൊലപാതകങ്ങൾ നടത്തുവാൻ മറ്റാരുടെയും സഹായം അയാൾ തേടിയിട്ടില്ല. കണ്ടില്ലേ, ഇതേ കാൽപ്പാടുകളാണ് ചെങ്കല്ലും ചെളിയും പുരണ്ട് കൊലപാതകം നടന്ന മുറിയിലും കാണപ്പെട്ടത്. ആ മണ്ണിൻ്റെയും കഴിഞ്ഞ 2 കൊലപാതകങ്ങൾ നടന്ന മുറികളിൽ നിന്നും ലഭിച്ച മണ്ണിൻ്റെയും സാമ്പിളുകൾ എത്രയും വേഗം ക്രോസ് ചെക്ക് ചെയ്യണം. ശരി സാർ, ഇന്നു തന്നെ. അക്ബറിൻ്റെ സ്വരം കടുത്തിരുന്നു. അക്ബർ, ഈ ഇടുക്കി ജില്ലയിൽ 4 പ്രധാന മണ്ണിനങ്ങളുണ്ട്. അവ വനത്തിലെ പശ്ചിമരാശി ലാറ്ററിറ്റിക് മണ്ണ്, ബ്രൗൺ ഹൈഡ്രോമോർഫിക് മണ്ണ്, പിന്നെ അല്ലുവിയൽ സോയിൽ എന്നിവയാണ്. ഈ ജില്ലയുടെ ഏതാണ്ട് 60% വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുമാണ്. വനമേഖലയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ പാറയും ഈ പറഞ്ഞ എല്ലാ മണ്ണിനങ്ങളും ചേർന്ന് കാണാറുണ്ട്. ദീപക് മണ്ണിൻ്റെ സാമ്പിളുകൾ പരിശോധന നടത്തിയ ശേഷം പറഞ്ഞു. കൊലപാതകം നടന്ന വീടിൻ്റെയും സമീപ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ബ്രൗൺ ഹൈഡ്രോ മോർഫിക് സോയിലും പിന്നെ അല്ലുവിയൽ സോയിലുമാണ്.
അത് രണ്ടും കൃത്യമായി നമ്മുടെ സസ്പെക്റ്റിൻ്റെ ഫുട്പ്രിൻറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ തൻ്റെ സംശയം ശരിയാണടോ. ആ ഫുട്പ്രിൻറ്റിൻ്റെ കുഴഞ്ഞു മറിഞ്ഞ മണ്ണിൽ നിന്നും മറ്റൊരു സാമ്പിൾ കൂടി കിട്ടിയിട്ടുണ്ട് അക്ബർ. അക്ബറിൻ്റെ കണ്ണുകൾ വിടർന്നു. ഏതാണ് അത് ദീപു? പറയാം. ദീപക് തൻ്റെ മുൻപിലായി പ്ലാസ്റ്റിക് കവർ ചെയ്ത് നിരത്തി വെച്ച സാമ്പിളുകളായി ലഭിച്ച മണ്ണിനങ്ങളിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്ത് അക്ബറിൻ്റെ നേർക്ക് നീട്ടി. ഇത് നോക്കൂ, ഇത്. അക്ബർ ദീപകിനെ നോക്കി. ഇത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന ഇനമാണ് അക്ബർ. കഴിഞ്ഞ മറ്റു 2 കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച ഫുട്പ്രിൻറ്റുകളിലെ മണ്ണിൻ്റെ സാമ്പിളുകളിലും ഇതേ മണ്ണിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. കുഴഞ്ഞ് ബൂട്ട്സിൻ്റെ ഹീലിനോട് ചേർന്ന മണ്ണിൻ്റെ ആദ്യത്തെ ലെയർ ഈ മണ്ണ് തന്നെയാണ്. എന്നുവെച്ചാൽ അയാൾ യാത്ര ആരംഭിച്ചത് ഇത്തരം മണ്ണുള്ള ഏതോ ഒരു പ്രദേശത്ത് നിന്നാണ്. അക്ബർ ചിരിച്ചു. ക്രമേണ ചിരിയുടെ ഭാവം മാറി വന്നു. അവർ അകപ്പെടാൻ പോകുന്നു ദീപു. ദീപക് ചോദ്യഭാവത്തിൽ അക്ബറിനെ നോക്കി. എങ്ങനെ? ഏതോ ഒരു പ്രദേശമല്ലാത്. ഈ മണ്ണ് കേരളത്തിൽ ഒരിടത്തേ ഉള്ളൂ. എവിടെ? താൻ ഗൂഗിൾ ചെയ്തു നോക്ക്. അക്ബർ പാക്കറ്റ് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ദീപകിനോട് പറഞ്ഞു. ദീപക് തൻ്റെ മുൻപിലിരുന്ന ലാപ്ടോപ്പിൻ്റെ കീപാഡിലേക്ക് വിരലുകൾ ചലനങ്ങളെ ആവാഹിച്ചു. ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇൻ കേരള. ഏതാനും നിമിഷങ്ങൾക്കകം ഉത്തരം വന്നു. ബ്ലാക്ക് കോട്ടൺ സോയിൽ സീൻ ഇൻ ചിറ്റൂർ ആൻഡ് അട്ടപ്പാടി വാലി ഓഫ് ദ മണ്ണാർക്കാട് താലൂക്ക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, പിന്നെ അട്ടപ്പാടി. ദീപക് അക്ബറിൻ്റെ മുഖത്തേക്ക് നോക്കി. എക്സാക്ട്ലി, അക്ബർ പറഞ്ഞു. ഈ മണ്ണ് കാണുന്ന സ്ഥലത്തു നിന്നും തന്നെയാണ് അയാൾ തൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത്, ഒരുപക്ഷെ തിരികെ പോകുന്നതും. ഇനി സംഗതികൾ എളുപ്പമായില്ലേ അക്ബർ? ഇതിപ്പോൾ നമ്മൾ ഈ പ്രദേശങ്ങളൊന്ന് അരിച്ചു പെറുക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ദീപക് പറഞ്ഞു. അതിലൊരു പ്രശ്നമുണ്ട് ദീപു. പ്രശ്നമോ? എന്ത് പ്രശ്നമാണ്? പറയാം. അട്ടപ്പാടി പാലക്കാട് ജില്ലയിലെ ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയയാണ്. 249 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന വനം നിറഞ്ഞ മണ്ണാർക്കാട് താലൂക്കിലെ ഒരു ഭൂപ്രദേശം. സഹ്യപർവ്വതത്തിനരികിലുള്ള ഒരു മലയോര പ്രദേശമാണിത്. മണ്ണാർക്കാട് താലൂക്കിൽ അഗളി, ഷോളയൂർ, പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അട്ടപ്പാടി. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ പാലക്കയം എന്ന പ്രദേശവും പെടുന്നുണ്ടെങ്കിലും ആ പ്രദേശം അട്ടപ്പാടി എന്നറിയപ്പെടുന്നില്ല. വളരെ പ്രസിദ്ധമായ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, നിശബ്ദതയുടെ താഴ്വര സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. മണ്ണാർക്കാട് പട്ടണമാണ് അട്ടപ്പാടിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന പട്ടണമെങ്കിലും അട്ടപ്പാടി നിവാസികൾക്ക് കോയമ്പത്തൂർ സമീപത്ത് തന്നെയാണുള്ളത്. മണ്ണാർക്കാട് നിന്നും പാലക്കാട് വഴിയല്ലാതെ കോയമ്പത്തൂർ പോകാനുള്ള ഒരു മാർഗം കൂടിയാണിത്. മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ അട്ടപ്പാടി ആരംഭിക്കുകയായി. ആനമൂളി എന്ന സ്ഥലമാണ് അട്ടപ്പാടിയുടെ തുടക്കം, അക്ബർ പറഞ്ഞു. ദീപക് ആവേശത്തോടെയാണ് അത് കേട്ടത്. ഇപ്പോൾ അവരുടെ കോയമ്പത്തൂർ കണക്ഷൻ ശരിയായല്ലോ, അക്ബർ തുടർന്നു. അതെ ദീപു, അവർ കോയമ്പത്തൂരിൽ നിന്ന് ആനമൂളി വഴിയാകാം ഈ പ്രദേശങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. അടുത്തുള്ള എയർപോർട്ടും കോയമ്പത്തൂർ തന്നെയാണ് ദീപു. അട്ടപ്പാടിയിലെ ജനതയുടെ ഭൂരിപക്ഷവും ഇപ്പോൾ കുടിയേറ്റ കർഷകരാണ്. ഉൾപ്രദേശങ്ങളും വനാന്തർഭാഗങ്ങളും സർക്കാരിതര കോളനികളിലും മാത്രമായി ഇപ്പോൾ ആദിവാസികൾ കുറഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത ഒരു ചെറിയ വിഭാഗം ജനങ്ങളും അട്ടപ്പാടിയിലുണ്ട്. അവരുടെ താവളം ഒരുപക്ഷെ വനാന്തർ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അവരെ കണ്ടുപിടിക്കുവാൻ നമ്മൾ നല്ലതുപോലെ പണിയെടുക്കേണ്ടി വരും, അക്ബർ കൂട്ടിച്ചേർത്തു. ഇരുവരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന അറുമുഖം അക്ബറിനോട് ചോദിച്ചു. തലൈവ, എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണ്? അക്ബർ ചോദിച്ചു. ഇതിപ്പോൾ ഈ കൊലപാതകങ്ങൾ ചെയ്തത് അവർ തന്നെയാണെന്നിരിക്കട്ടെ, നമ്മുടെ കൈവശം അത് തെളിയിക്കുവാനുള്ള എന്ത് എവിഡൻസാണുള്ളത്? ഈ കണ്ടുപിടിച്ച മണ്ണിൻ്റെ സാമ്പിളിൻ്റെ തെളിവ് പോലും ആളെ പിടികിട്ടിയില്ലെങ്കിൽ ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ലല്ലോ തലൈവ. അക്ബർ അറുമുഖത്തിൻ്റെ വാദഗതികളെല്ലാം സശ്രദ്ധം കേട്ടിരുന്നു.
തൻ്റെ ഇടത് കൈകൊണ്ട് മേശപ്പുറത്ത് വെച്ചിരുന്ന പേപ്പർ വെയിറ്റ് മെല്ലെ തിരിച്ചുകൊണ്ടാണ് അക്ബർ അത് കേട്ടിരുന്നത്. അറുമുഖം സംസാരിച്ചു തീർന്ന നിമിഷം അക്ബർ ആ പ്രവൃത്തി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ 2 തെളിവുകൾ തരാം. അറുമുഖം, ഒരു അരമണിക്കൂർ കൂടി നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ. സമയം കടന്നുപോയി. കൃത്യം 35-ാം മിനിറ്റിൽ വാതിലിൽ മെല്ലെ തട്ടിയ ശേഷം ആ മുറിയിലേക്ക് തങ്കച്ചൻ കടന്നു വന്നു. അയാളുടെ കൈവശം ഒരു ചുവന്ന പ്ലാസ്റ്റിക് ഫയലും ഉണ്ടായിരുന്നു. എന്തായി? അക്ബർ ചോദിച്ചു. കിട്ടി സാർ. പ്രസന്നമായിരുന്നു തങ്കച്ചൻ്റെ മുഖം. താൻ ഇരിക്ക്. കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്ബർ തങ്കച്ചനോട് പറഞ്ഞു. താങ്ക് യു സാർ. തങ്കച്ചൻ മെല്ലെ ഇരുന്ന ശേഷം കയ്യിലിരുന്ന ചുവന്ന ഫയൽ അക്ബറിൻ്റെ നേർക്ക് നീട്ടി. പക്ഷേ അക്ബർ തൻ്റെ വലത് കൈപ്പത്തി ദീപകിൻ്റെ നേരെ ഉയർത്തിക്കൊണ്ട്, ഫോറൻസിക് സർജൻ സർട്ടിഫൈ ചെയ്തോട്ടെ ആദ്യം എന്ന് പറഞ്ഞു. ദീപക് ആ ഫയൽ വാങ്ങി അതിലുണ്ടായിരുന്ന റിപ്പോർട്ട് പരിശോധിച്ചു. അതിശയത്തോടെ അക്ബറിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് രണ്ടും ഒന്നാണക്കൂ? അതെ. അക്ബർ തുടർന്നു. എല്ലാ കേസുകളിലും പലപ്പോഴും ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു കൈയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എ ഹാൻഡ് ഓഫ് ഗോഡ്. ഈ കേസിലും അത് സംഭവിച്ചിരിക്കുന്നു. എത്ര വലിയ സമർത്ഥനായ കുറ്റവാളിയായാലും അയാൾ പോലും അറിയാതെ ഒരു നേരിയ പിഴവ്, അല്ലെങ്കിൽ തന്നിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് അബദ്ധത്തിൽ അവിടെ സൃഷ്ടിക്കാറുണ്ട്. എത്രമാത്രം പെർഫെക്റ്റായി ഫ്രെയിം ചെയ്ത കേസാണെങ്കിലും മനഃപൂർവ്വമല്ലാതെ സൃഷ്ടിക്കുന്ന ആ ഒരു പിടിവള്ളി, അതിൽ പിടിച്ചാണ് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 കേസുകളിലും അയാൾക്ക് സംഭവിക്കാത്ത ഒരു ചെറിയ അബദ്ധം ശ്രേയ കൊലക്കേസിൽ അയാൾ ചെയ്തു. എന്താണത്? അറുമുഖം ചോദിച്ചു. പറയാം. അതിനു മുൻപ് തങ്കച്ച, ആ ഡയോമേറ്റ് എന്ന കമ്പനിയുടെ അവസ്ഥ എന്താണ്? അത് ഫേക്കാണ് സാർ, തങ്കച്ചൻ പറഞ്ഞു. ഞാൻ ആ ഡോക്ടർ സേവ്യർ തന്ന വിസിറ്റിംഗ് കാർഡ് വെച്ചാണ് ചേർത്തലയിൽ പോയി അന്വേഷണം നടത്തിയത്. ആ അഡ്രസ്സിലുള്ളത് കുറച്ച് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു സ്റ്റിച്ചിങ് സെൻ്ററാണ്. അവർക്ക് ഇങ്ങനെ ഒരു സംഗതിയെപ്പറ്റി യാതൊന്നും അറിയില്ല എന്ന് മാത്രമല്ല, ആ പരിസരത്തെങ്ങും അങ്ങനെ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് നിർമ്മാണ യൂണിറ്റുമില്ല. ഓക്കെ, ആ സ്റ്റിച്ചിങ് സെൻ്ററിലുള്ള ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അക്ബർ ചോദിച്ചു. അതൊരു മധ്യവയസ്കനാണ്, ഒരു ബാബു സേഠ്, തങ്കച്ചൻ പറഞ്ഞു. ആ വിസിറ്റിംഗ് കാർഡ് എവിടെ? അക്ബർ ചോദിച്ചു. തങ്കച്ചൻ തൻ്റെ പേഴ്സ് തുറന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് അക്ബറിൻ്റെ നേർക്ക് നീട്ടി. ആ കാർഡ് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അക്ബർ പറഞ്ഞു, ഇത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയത്താണല്ലോ. പാലക്കാട്, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, ഇപ്പോൾ കോട്ടയവും. ദീപക് പറഞ്ഞു. അതെ, നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു അല്ലേ തലൈവ? അറുമുഖം അക്ബറിൻ്റെ കയ്യിൽ നിന്നും വിസിറ്റിംഗ് കാർഡ് വാങ്ങി പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ അറുമുഖം. അക്ബർ തങ്കച്ചനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇരുവരും 2 പേരെ ചെന്ന് കാണണം. 1 ബാബു സേഠ്, 2 ഈ കാർഡ് പ്രിൻ്റ് ചെയ്തവൻ. ഷുവർ, അറുമുഖം പറഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട തെളിവെന്ന് ഞാൻ പറഞ്ഞില്ലേ, എ ഹാൻഡ് ഓഫ് ഗോഡ്. അതെന്താണെന്ന് അറിയണ്ടേ? ദീപക് പറയുമത്. അക്ബർ ദീപകിനെ നോക്കി. ഗൈസ്, ഡാർക്കസ്റ്റ് ഹവറിൻ്റെ അടുത്ത എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും എപ്പിസോഡുകൾ ഇഷ്ടമാവുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.